നല്ല വിശപ്പുണ്ട്. ഈ എടപ്പള്ളി ടോളിൽ പുതിയൊരു തട്ടുകട ആരംഭിച്ചു എന്ന് അറിയാൻ കഴിഞ്ഞു. ഞാൻ അങ്ങോട്ടാണ് പോകുന്നത്. തുടക്കത്തിലാകുമ്പോൾ നല്ല ഭക്ഷണമൊക്കെ കിട്ടുമെന്ന് നമുക്ക് പൊതുവേ ഒരു വിലയിരുത്തലുണ്ടല്ലോ. എന്തായാലും ആ ഭക്ഷണം കഴിക്കാനാണ് ഞാനിപ്പോൾ അങ്ങോട്ട് പോകുന്നത്. നല്ല രീതിയിൽ ട്രാഫിക് ജാം ഉണ്ട്. തട്ടുകടയുടെ തിരക്കാണെന്ന് തോന്നുന്നു. പുതിയ തട്ടുകടയല്ലേ, അപ്പോൾ ചിലപ്പോൾ അവിടേക്ക് ആളുകൾ എത്തിക്കണതിൻ്റെ തിരക്കായിരിക്കാം. എന്തൊക്കെയാ കഴിക്കാനുള്ള ഇവിടെ ചപ്പാത്തി ഉണ്ട്, ദോശയുണ്ട്, പൊറോട്ട ഉണ്ട്, ഓംലേറ്റ് ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്, അതുപോലെ തന്നെ സാമ്പാറും ചട്നിയും എല്ലാം. എത്ര ദിവസത്തേക്ക് ഉണ്ടാവും? ഇന്ന് ഒറ്റ ദിവസത്തേക്കുള്ളൂ. ഈ ഫണ്ട് എന്താ ഉപയോഗിക്കണം? ഈ ഫണ്ട് നമ്മൾ DYFI വയനാട് വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് പണിത് കൊടുക്കാനായിട്ടുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് അതിന് പണം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ക്യാമ്പയിൻ എടുത്തത്. ഉണ്ടായ വയനാട് ദുരന്തത്തിൽ അവർ വീട് നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുന്നതിനായി ആദ്യഘട്ടത്തിൽ 25 വീട് എന്നുള്ള നിലയ്ക്കാണ് ഈ ക്യാമ്പയിൻ നാം സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്തത്. നമുക്കറിയാം, ഇവിടെ വന്ന് ആർക്കും ഇഷ്ടം പോലെ ഭക്ഷണം കഴിക്കാം, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം. ആ ഭക്ഷണം അത് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കയ്യിലുള്ള പണം എത്രയെന്ന് വെച്ചാൽ ഇവിടെ വെച്ചിട്ടുള്ള ബോക്സിൽ നിക്ഷേപിക്കാം. ഇത് കൃത്യമായി തന്നെ വയനാട്ടിൽ ദുരിതമനുഭവിക്കുന്ന, വയനാട്ടിൽ വീട് നഷ്ടപ്പെട്ടിട്ടുള്ള മുഴുവൻ വരുന്ന ആളുകൾക്കും വീട് നിർമ്മിക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനത്തിലേക്ക് ഞങ്ങൾ ഇന്ന് തന്നെ അത് ജില്ലാ കമ്മിറ്റിക്ക് കൈമാറും. സ്നേഹത്തട്ടുകട, ഞാൻ പൈസ തട്ടുകട എന്ന് പറഞ്ഞ പ്രോഗ്രാം കുറേ വർഷം ചെയ്തിട്ടുള്ളത് ആ പരിചയം മാത്രമേ ഉള്ളൂ. തട്ടുകടയുണ്ട്, അല്ലാതെ വലിയ പിന്നെ ഭക്ഷണം കഴിച്ചിട്ടുള്ളൊരു പരിപാടി. ഇപ്പോൾ നമുക്ക് ഈ ഒരു കാര്യം ശരിക്കും നമ്മളുടെ മനസ്സറിഞ്ഞ് ചെയ്യാനായിട്ടുള്ള ഒരു ചെറിയ വാതിലാണ്. ആ വാതിൽ നിങ്ങൾ തുറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാധ്യമം പോലെ ഒരു കാര്യം മാത്രമാണ്. ഒരു കർമ്മം നമ്മൾ ചെയ്യുമ്പോൾ അതിനകത്ത് മനസ്സറിഞ്ഞ് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾ കഴിച്ചിട്ട് വെറുതെ വേണമെങ്കിൽ പോവാം, പക്ഷേ നമ്മുടെ പ്രവൃത്തിയിൽ കൂടുതൽ നന്മ ഉണ്ടാക്കാനും അതൊരു എളുപ്പമാർഗമാക്കാനും. ഇപ്പം അദ്ദേഹം പറഞ്ഞതുപോലെ വയറ് നിറച്ച് ഫുഡ് കഴിക്കാം, വയറ് നിറച്ച് കൊടുക്കുന്ന പോലെ തന്നെ നമുക്ക് വയറ് നിറച്ച് ഈ ബോക്സ് നിറച്ച് നിങ്ങൾക്ക് പൈസയും വിട്ടു കൊടുക്കാം. പ്രതിനിധീകരിക്കുന്ന GCDA കഴിഞ്ഞ ദിവസം 25 ലക്ഷം രൂപയിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു 25 ലക്ഷം കൂടി രണ്ടാം ഘട്ടം കൊടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇന്ന് രാവിലെ ഞങ്ങൾ FSCയിലെ യൂണിറ്റുകളുടെ പ്രതിനിധികളും മാനേജ്മെന്റ് സംസാരിച്ചു. മാനേജ്മെന്റ് ഇപ്പോൾ 25 ലക്ഷം കൊടുക്കും, തൊഴിലാളി ഒരു ദിവസത്തെ കാശ് വെച്ചു അത് കൊടുക്കില്ല. ഞാൻ എൻ്റെ പെൻഷനിൽ നിന്ന് എൻ്റെ പെൻഷൻ 27,000 രൂപയാണ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇവിടെ വന്ന സ്ഥിതിക്ക് ഇവിടെ ഒരു 500 രൂപയ്ക്ക് സംഭാവന ചെയ്യുന്ന മര്യാദയായതുകൊണ്ട് ഞാൻ അത് ചെയ്യണം. ആർക്കാ വേണ്ടത്? കൊടുത്തിട്ട് മരിക്കുന്ന ആരാണ്? ഇനി നമ്മൾ ആ കഴിവ് 10